പനീർ ലബാബ്ദാർ നല്ല ക്രീമി ആയിട്ടുള്ള ടൊമാറ്റോ ബേസ്ഡ് ഒരു ഗ്രേവിയാണ് പനീർ ലബാബ്ദാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പനീർ ലബാബ്ദാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. പനീർ ലബാബ്ദാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഒരു നുള്ളിട്ടാൽ മതി. ഉപ്പും ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ജീരകം പൊടി ഇതേപോലെ ഒരു നുള്ളിട്ടാൽ മതി, നല്ലൊരു വലിയൊരു നുള്ളിടുക. അടുത്തായിട്ട് പനീർ, 200 ഗ്രാം പനീറാണ് യൂസ് ചെയ്യുന്നത്. പനീർ ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. നമ്മൾ ഈ ഉണ്ടാക്കുന്ന അളവെന്ന് പറഞ്ഞൊരു 4 പേരുടെ ഫാമിലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു പോർഷനാണ്. അത് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് എടുത്തേക്കുന്നത്, അതിന് പകരം ചെറിയ ക്യൂബ്സ് ആക്കാം. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. ഈ മാരിനേറ്റിലേക്ക് തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ഇതിനകത്തേക്ക് ഉപയോഗിക്കും. ചെറിയൊരു കളറിന്, കൂടാതെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടാനും കൂടിയിട്ടാണ്. ഞാൻ ഇവിടെ ഗ്രീൻ ക്യാപ്സിക്കം ഉപയോഗിക്കുന്നത്. റെഡ് ഉണ്ടെങ്കിൽ റെഡും കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ലബാബ്ദാറിൻ്റെ ഗ്രേവി ബേസ് ഉണ്ടാക്കാൻ പോവാണ്. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നെയ്യോ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ് യൂസ് ചെയ്യുന്നത്, അത് ചേർക്കാം. ഇത്ര ഇഞ്ചി, ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തത്. ഒരു 8 അല്ലി വെളുത്തുള്ളി ഹോളായിട്ട് ഇട്ടേക്കാണ്. ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. കൂടാതെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ റഫായിട്ട് ചോപ്പ് ചെയ്ത് അതും ഇതിൻ്റെ കൂടെ ചേർക്കുക. ഈ സമയത്ത് ഞാനിപ്പോഴും ചെയ്യാറുള്ള പോലെ കുറച്ച് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ പച്ചമണമൊക്കെ ഒന്ന് മാറി സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആണ്, ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി. ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം വഴറ്റുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പം വലിയ എരിവും ഉണ്ടാകത്തില്ല, നല്ല നിറവും കിട്ടും. 1 ടീസ്പൂൺ നിറച്ചിട്ടു. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കുക. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇതുവരെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തീ കുറച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെള്ളം മൊത്തം പറ്റി തീരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഈ ഒരു സ്റ്റേജായി. ഇനി ഇത് മാറ്റി വെക്കാം, കൂളാവണം. നന്നായിട്ട് കൂളായ ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മാറ്റി വെക്കാം. വേറൊരു പാൻ ഹീറ്റ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ, 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പനീറും ക്യാപ്സിക്കും കൂടെ ഒരുമിച്ചിടാം. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ടേൺ ചെയ്ത് രണ്ട് സൈഡും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കുക.
ഇതെടുക്കാം. ഈ ഫ്രൈങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്രേവിയിലേക്ക് ഇടാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് വൈസ് ഇച്ചിരി ബെറ്റർ ആയത്. എപ്പോഴും ഓർക്കുക, ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പനീർ ഒരു റബ്ബർ പോലെ ആവും, നല്ല ഒരു ച്യൂയി ടെക്സ്ചർ വരും. വളരെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇത് നമ്മൾ ഗ്രേവിയിലേക്ക് ലാസ്റ്റ് ആയിരിക്കും ഇടുക. ഇത് ഫ്രൈ ചെയ്തത് മാറ്റി വെക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 ടീസ്പൂൺ ജീരകം ഇടാം, 2 ഏലക്ക, ഒരു കറുത്ത ഏലക്ക ബ്ലാക്ക് കാർഡമം, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ. കൂടാതെ ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടെ ചേർക്കാം. ആ സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. അതിനൊപ്പം തന്നെ ഒരു മീഡിയം സവോള വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. നല്ലൊരു മണമാണ് ഇപ്പം തന്നെ, സ്പൈസസിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. സവാള ബ്രൗൺ ആയിട്ടില്ല, സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ, നല്ല ട്രാൻസ്ലൂസൻ്റ് ആയി. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർക്കാം, ഒരു ചെറിയ പച്ചമുളക്. കൂടാതെ ഒരു ചെറിയ ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം. ഇവിടെ ചേർത്തേക്കുന്ന ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടയണം, അതുവരെ വഴറ്റുക. ആ സമയം കൊണ്ട് നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന തക്കാളി, സവോള, കാഷ്നട്ട് ആ മിക്സ്ചർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചു മാറ്റി വെക്കാം. ഇതിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, ജീരകം പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെപ്പോഴും കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ അരച്ച മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പ് നന്നായിട്ട് എടുക്കുക. നന്നായിട്ട് വഴറ്റുക, എണ്ണ തെളിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടോ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജ് അയക്കണം. ഇതാണ് നമ്മൾ കറിക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ എപ്പോഴും എണ്ണ തെളിഞ്ഞ് വരണം. നമുക്കിനി ആവശ്യത്തിനുള്ള ഗ്രേവി ചേർത്തത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. എത്ര ഗ്രേവി വേണോ അനുസരിച്ച് നീട്ടുക. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തു. നമ്മൾ ടൊമാറ്റോ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കാം.
അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ. എപ്പോഴും സോൾട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം സോൾട്ട് കുറവാണ്, കുറച്ച് സോൾട്ട് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലേവർ ബോംബ് മല്ലിയില ചേർക്കാം. കൂടാതെ കുറച്ച് കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവായില, ഉണങ്ങി ഡ്രൈഡ് ഉലുവായിലയാണ്, ഉണങ്ങിയ ഉലുവായില, അതുകൂടെ ഒന്ന് ഞെരടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ക്രീം ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കുകയാണ്. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആവുന്ന വെതറും ഒരെണ്ണുള്ള ഏലക്കാപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഗരം മസാല, നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ഗരം മസാലയുടെ പൊടി വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ സെർവിങ് ബോളിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റാം. ഹോൾ സ്പൈസസ് ആയിട്ട് ഇട്ടേക്കുന്ന കാടമം അങ്ങനെയുള്ള സാധനങ്ങൾ, ബേ ലീഫ്, നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, നല്ല ക്രീമിയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ കുറച്ച് ക്രീമും കുറച്ച് മല്ലിയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് റോട്ടി, നാൻ, ചപ്പാത്തി, പറാട്ടാസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.